എൻ.എം. വിജയന്റെ കുടുംബത്തിനെതിരെ വീണ്ടും KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കുടുംബത്തിന് അന്തവും കുന്തവും ഇല്ലെന്നാണ് വിമർശനം. കുടുംബം പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമില്ല. ആരോപണ വിധേയരായ നേതാക്കൾ അഴിമതിക്കാരല്ലെന്നും സുധാകരൻ ന്യായീകരിച്ചു. എൻ.എം. വിജയന്റെ കത്തിൽ പുറത്തു പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ലത്രേ. വിഷയം ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും തൂങ്ങുമെന്നും മാന്യമായി കൈകാര്യം ചെയ്യണമെന്ന് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നുവെന്നും കെ സുധാകരൻ വെളിപ്പെടുത്തി. ഏറ്റവും പുതിയ പ്രതികരണത്തിലേക്ക്. കത്തിൽ ഞാൻ പോയതിനു ശേഷം വായിച്ചു. അതിനകത്ത് നിങ്ങൾക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ എല്ലാ ആളുകളെയും വിളിച്ചിട്ട് അതിനകത്ത് വളരെ സമചിത്തത പാലിച്ചു പോകണമെന്ന് എല്ലാ സീനിയർ നേതാക്കന്മാരോടും ഞാൻ പേഴ്സണലായി സംസാരിച്ചിട്ടുണ്ട്. ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തൂങ്ങുമ്പോൾ നിങ്ങളെല്ലാം തൂങ്ങും, തൂങ്ങാതിരിക്കണമെങ്കിൽ മാനമായി ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പച്ച മലയാളത്തിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, കുടുംബത്തിന് പറയുന്നതിന് എന്താ? കുടുംബത്തിന് വല്ല അന്തവും ബന്ധമോ ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പാർട്ടി നേതാക്കന്മാർക്ക് ഇത് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം വളരെ വലുതല്ലേ. അവരല്ലേ അതിന് പരിഹാരം കാണേണ്ടത്. വീട്ടുകാർക്ക് എന്ത് വന്നു പ്രശ്നം? അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ കല്യാട്, വീണ്ടും KPCC പ്രസിഡന്റ് കെ സുധാകരൻ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണോ? തൂങ്ങുമെങ്കിൽ എല്ലാവരും തൂങ്ങുമെന്ന് പറഞ്ഞിരുന്നു അത്രേ. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയത്തിൽ ഒന്നും അറിയില്ല എന്ന നിലപാടാണ് ആദ്യം സ്വീകരിച്ചിരുന്നത്. വിശദമായ ചർച്ച നടത്തിയെന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. തൂങ്ങുമെങ്കിൽ എല്ലാവരും തൂങ്ങുമെന്ന് പറയുന്നത് വീണ്ടും കോൺഗ്രസിനെ ഒരിക്കൽ കൂടി കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണോ KPCC പ്രസിഡന്റ്? അർജുൻ കല്യാട്. തീർച്ചയായിട്ടും അത് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് മറ്റ് കോൺഗ്രസ് നേതാക്കൾ, പല മുതിർന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തിയിട്ടുള്ളതിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള ഒരു പ്രതികരണമാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള വയനാടുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളോട് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരുന്നു. കൃത്യമായ രീതിയിൽ ഇതിനകത്ത് ഇടപെടൽ നടത്തണമെന്നുള്ള കാര്യം അവരോട് നിർദ്ദേശിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കെ സുധാകരൻ. അതിനകത്ത് തന്നെ തൂങ്ങുന്നുവെങ്കിൽ നമ്മൾ എല്ലാവരും തൂങ്ങും എന്നുള്ള കാര്യം അവരോട് ഒരു വാണിംഗ് എന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു എന്ന കാര്യം കൂടി കെ സുധാകരന്റെ ഈ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ കോൺഗ്രസ് പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു. ഒന്നും അറിയുന്നില്ല അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ് കൈകഴുകാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് KPCC പ്രസിഡന്റിന്റെ ഈ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നത്. കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് ഈ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ഇങ്ങനെയൊരു സംഭവമേ അറിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് അറിയില്ല, ഈ കത്തൊന്നും തനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഇപ്പോൾ കുടുംബം തന്നെ ആ കത്ത് പുറത്തുവിടുമ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്ത ശരിയാണെന്നും ആ പ്രതിരോധം പൊളിയുന്നുവെന്നും കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നു. ദുർബലമായ പ്രതിരോധമാണ് ഇപ്പോൾ KPCC പ്രസിഡന്റിന്റെ. കുടുംബത്തിന് അന്തവും കുന്തവും ഇല്ല എന്ന് വീണ്ടും കുടുംബത്തെ അപമാനിക്കാൻ കൂടി ഈ KPCC പ്രസിഡന്റ് ശ്രമം നടത്തുകയാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം, വ്യാഖ്യാനിക്കാം. തീർച്ചയായിട്ടും. അതായത് കുടുംബത്തെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രതികരണം, അവരുടെ വേദനയെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കുടുംബത്തിന് ഇക്കാര്യത്തിൽ അന്തവും കുന്തവും ഇല്ലാതെ പറയുന്ന എല്ലാ കാര്യത്തിലും എന്താണ് ഇടപെടേണ്ടുന്ന കാര്യം? അത് പാർട്ടി നേതാക്കൾ ഇടപെട്ട് പരിഹരിക്കേണ്ടുന്ന വിഷയമല്ലേ? വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല തുടങ്ങിയിട്ടുള്ള കാര്യമാണ് KPCC അധ്യക്ഷൻ തന്നെ പറയുന്നത്. അപ്പോൾ സത്യത്തിൽ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. കോൺഗ്രസ് ദുർബലമായിട്ടുള്ള ചില പ്രതിരോധങ്ങൾ മാത്രം മുന്നിൽ നിർത്തിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. എന്തായാലും ഈ വയനാടിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ.എം. വിജയന്റെ മരണവും ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ഉണ്ടായിട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം തന്നെ കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ പ്രതിരോധത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ പ്രതികരണവും അത് കൂടുതൽ അതിന്റെ കൂട്ടുകയാണ് ചെയ്യുന്നത്.